So generally a second order recurrence relation is denoted by C naught an plus C1 an minus 1 plus C2 an minus 2 is equal to 0. So this is the general second order relation, second order recurrence relation. Is it the order 2? Which is the highest term? N. Which is the least term? N minus 2. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താ? 2 അല്ലേ? അപ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ. ഓക്കെ. അപ്പോൾ സി നോട്ട് എ എൻ മൈനസ് 1 എൻ മൈനസ് 2 ആണ്. ഇതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? സി നോട്ട് എ എൻ പ്ലസ് 2 പ്ലസ് സി 1 എ എൻ പ്ലസ് 1 പ്ലസ് സി 2 എ എൻ ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇവിടെയും ഹയസ്റ്റ് ടേം എൻ പ്ലസ് 2, ലീസ്റ്റ് ടേം എൻ. അപ്പോൾ 2 ആയില്ലേ? സെക്കൻഡ് ഓർഡർ ആയില്ലേ? മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇതിനെ ഡിനോട്ട് ചെയ്യാം. എഴുതാം. So what's the solution of this one? Solution is solution is an is equal to C into r raised to n. നേരത്തെ നമ്മൾ d ആയിട്ട് എഴുതിയത് C r raised to n is the solution. This is the solution for n greater than or equal to 0. അപ്പോൾ an is equal to r എന്ന് പറയുന്നത് നമ്മുടെ റേഷ്യോ ആണ്. നേരത്തെ d എന്ന് എഴുതിയത് തന്നെയാണ്. r എന്ന് പറയുന്നത് നേരത്തെ d ആണ്. ഓക്കെ. an is equal to C into r raised to n. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 1 ചെയ്താലോ? സി നോട്ട് എ എൻ പ്ലസ് 2 എന്തായിരിക്കും? എ എൻ ഇതാകുമ്പം എ എൻ പ്ലസ് 2 എന്തായിരിക്കും? സി ഇൻറ്റു ആർ റൈസ് ടു എൻ പ്ലസ് 2. എ എൻ പ്ലസ് 2 എന്ന് വെച്ചാൽ എന്നിൻ്റെ പ്ലേസിൽ എൻ പ്ലസ് 2 കൊടുക്കുക. സി ഇൻറ്റു ആർ റൈസ് ടു എൻ പ്ലസ് 2 പ്ലസ് സി 1 ഇൻറ്റു എ എൻ പ്ലസ് 1 സി ഇൻറ്റു ആർ റൈസ് ടു എൻ പ്ലസ് 1 പ്ലസ് സി 2 ഇൻറ്റു സി ആർ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു 0. ഓക്കെ. ദാറ്റ് ഇംപ്ലൈസ് എല്ലാത്തിലും സി ഉണ്ടല്ലോ. സി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സി ഉണ്ട്, എല്ലാ ടേമിലും സിയും ഉണ്ട്, ആർ റൈസ് ടു എന്നും ഉണ്ട്. സി ആർ റൈസ് ടു എൻ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഡിവൈഡ് ചെയ്യും. ഡി നോട്ട് ആർ സ്ക്വയർ പ്ലസ് സി 1 ആർ പ്ലസ് സി 2 ഈസ് ഈക്വൽ ടു 0 അല്ലേ? ദിസ് ഈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ. സോൾവിങ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് സി, വാല്യൂ ഓഫ് ആർ. ഓക്കെ. ആറിൻ്റെ 2 വാല്യൂ കിട്ടും. ആർ ഇസ് ഈക്വൽ ടു 2 വാല്യൂ R1 R2 ആയിട്ട് എടുക്കാം. Let R is equal to R1 and R2. Therefore, solution ആയിരിക്കും. General solution is n is equal to C1 R1 raised to n plus C2 R2 raised to n. So this is the general solution. ഇത് ലീനിയർ ഇക്വൽ ഇങ്ങനെയാണ് വരുന്നത്. കോൺസ്റ്റന്റ് ഇൻറ്റു ആദ്യത്തെ റേസ് ടു എൻ. കാരണം ജനറൽ സൊല്യൂഷൻ സി ആർ റേസ് ടു എൻ ഫോമിലായിരിക്കും. അപ്പോൾ സിന് പകരം ഇവിടെ ഒരു C1 കൊടുക്കുക, ആർ ടു എന്നും, അടുത്തത് C2 ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക, R2 റേസ് ടു എൻ ആയിട്ട് എടുക്കുക. സോ ദിസ് ഇസ് ദ ജനറൽ സൊല്യൂഷൻ. മനസ്സിലായല്ലോ? ഒരു സെക്കൻഡ് ഓർഡർ റെക്കറൻസ് റിലേഷൻ്റെ സൊല്യൂഷൻ. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇതോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ബി എ എൻ ഇസ് ഈക്വൽ ടു സി ആർ റേസ് ടു എൻ. Substituting in the given equation, dividing by C r raised to n, solve the quadratic equation to get 2 values. So write the general solution. ഇനി quadratic equation solution ബേസ് ചെയ്ത് വരും. ഈ സൊല്യൂഷൻ വരണമെങ്കിൽ if R1 and R2 are distinct numbers, distinct real numbers. ഇനി n is equal to കോംപ്ലക്സ് റൂട്ട് വരാലോ, ഈക്വൽ റൂട്ട് വരാലോ. ഈക്വൽ ആകുമ്പോൾ ഇങ്ങനെ C1 പ്ലസ് C2 n ഇൻറ്റു ആർ റേസ് ടു എൻ. ഇത് ഈക്വൽ റൂട്ട്സ് വരുമ്പോൾ കോംപ്ലക്സ് റൂട്ട് വരുമ്പോഴോ കോംപ്ലക്സ് റൂട്ട്സ് വരാലോ. x1 പ്ലസ് y1 റേസ് ടു n പ്ലസ് C2 x2 plus I y2 into n. If
കോംപ്ലക്സ് റൂട്ട്സ്. ഓക്കെ, എന് നമുക്ക് ഈ 3 കേസ് പറയാം. ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഡിസ്റ്റിങ്ക്ട് റിയൽ ആകുമ്പോൾ ഇങ്ങനെ വരും, ഈ ഇങ്ങനെ പറയാം. ഓക്കെ, കോംപ്ലക്സ് റൂട്ട്സ് ആകുമ്പോൾ ഇങ്ങനെ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, solve the recurrence relation n plus an plus 1 minus 6an minus 2 അല്ല n minus 1 n minus 1 n minus 2 is equal to 0. Given that a0 is 1 and a1 is 8. ഓക്കെ, അപ്പോൾ നമ്മുടെ an plus an minus 1 minus 6an minus 2 is equal to 0. അപ്പോൾ let the solution be എങ്ങനെ എഴുതാം? an is equal to c into r raised to n ആയിട്ട് കൊടുക്കാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, r raised to n plus c r raised to n minus 1 minus 6 r raised to n minus 2 is equal to 0. മനസ്സിലായല്ലോ? an is this one, an minus 1, n ന്റെ പ്ലേസിൽ n minus 1 കൊടുക്കുക, an minus 2, n ന്റെ പ്ലേസിൽ n minus 2 കൊടുക്കുക. ഇനി ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എന്ത് ചെയ്യാം? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ c ചെയ്താൽ സിയും ചെയ്യാം, r raised to n minus 2 ചെയ്യാം. ഓക്കെ, ഏറ്റവും ലീസ്റ്റ് r raised to n minus 2 അല്ലേ? ലീസ്റ്റ് കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പം c r raised to n by c r raised to n minus 2